ഓഹരി വിപണിയിൽ ഇത് IPO കാലമാണ്. 2025 തുടക്കത്തിൽ വലിയ തിളക്കമില്ലാതിരുന്ന IPO വിപണി രണ്ടാം പകുതിയോടെ കൂടുതൽ സജീവമായി. ഇതുവരെ മാത്രം 53 മെയിൻ ബോർഡ് IPOകളാണ് നടന്നത്. 30 IPOകൾ വഴി മാത്രം വിപണിയിൽ നിന്ന് സമാഹരിച്ചത് 60,000 കോടി രൂപ. 12,500 കോടിയുടെ സമാഹരണവുമായി എത്തിയ HDB ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും വമ്പൻ IPO. എന്നാൽ അത് മറികടക്കാൻ സൗത്ത് കൊറിയൻ കമ്പനിയായ LG ഇലക്ട്രോണിക്സ് ഒക്ടോബറിന്റെ ആദ്യ പകുതിയിൽ തന്നെ എത്തുമെന്നാണ് അറിയുന്നത്. ഈ ആഴ്ച അർബൻ കമ്പനി, ദേവ് ആക്സിലേറ്റർ, ശ്രീനഗർ ഹൗസ് ഓഫ് മംഗൾസൂത്ര എന്നീ 3 കമ്പനികളുടെ IPO നടക്കുന്നുണ്ട്. ഇതുകൂടാതെ 84 കമ്പനികളാണ് IPOയ്ക്കായി അനുമതി കാത്തിരിക്കുന്നത്. ഇതുപ്രകാരം വരും മാസങ്ങളിൽ 70,000 കോടിയോളം രൂപയാണ് വിവിധ കമ്പനികൾ ചേർന്ന് IPO വിപണിയിൽ നിന്ന് സമാഹരിക്കുക. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടാറ്റ ക്യാപിറ്റൽ മാത്രം 17,200 കോടി രൂപയാണ് സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഗ്രോ, മീഷോ, ഫോൺപേ, ബോട്ട്, വീവർക്ക് ഇന്ത്യ, ലെൻസ്കാർട്ട്, ഷാഡോ ഫാക്സ്, ഫിസിക്സ് വാല, ഹീറോ ഫിൻകോർപ്പ് തുടങ്ങിയവയാണ് ഇതിൽ നിക്ഷേപകർ കാത്തിരിക്കുന്ന പ്രധാന IPOകൾ. ഒരു സ്വകാര്യ കമ്പനി ആദ്യമായി അതിന്റെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് നൽകി പബ്ലിക് കമ്പനിയാകുന്ന നടപടിക്രമമാണ് IPO അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. നിക്ഷേപകരിൽ നിന്ന് മൂലധനം സമാഹരിക്കാൻ ഇതുവഴി കമ്പനിക്ക് കഴിയും. IPO വിപണിയിൽ നിക്ഷേപിക്കും മുമ്പ് വ്യക്തമായി അതേക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൈകൊള്ളുമെന്ന് ഉറപ്പ്. വ്യക്തമല്ലാത്ത ബിസിനസ് പ്രവർത്തനങ്ങളുള്ളതും കമ്പനിയുടെ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുമായ IPOകളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. കമ്പനിയുടെ ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് അഥവാ DRHP ശ്രദ്ധാപൂർവം പഠിച്ചാൽ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാനാവും.